കേരളത്തെ പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമത്തെ സത്പ്രവൃത്തിയായി കാണുന്നവരാണ് സംഘപരിവാറുകാർ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞതുൾപ്പെടെയുള്ള അക്രമങ്ങൾ RSS സത്പ്രവൃത്തിയായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാകുമോ എന്നാണ് RSSും BJPയും ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി പരാമർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനു ശേഷം വന്ന കേസല്ല. സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്ത RSS കാണുന്ന സൽപ്രവൃത്തിയുണ്ട്. ആ സൽപ്രവൃത്തി ശബരിമല ഭക്തരെ ആക്രമിച്ചതായിരുന്നു, തേങ്ങ കൊണ്ടടക്കം അടിച്ചതായിരുന്നു. അത് RSSന്റെ കണ്ണിൽ സൽപ്രവൃത്തിയാകാം, പക്ഷേ കേരളത്തിൻ്റെ കണ്ണിൽ അത് സൽപ്രവൃത്തിയല്ല. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് സർക്കാർ നിറവേറ്റിയത്. കാട്ടാക്കടയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. റിനു ശ്രീധർ ചേരുന്നു വിശദാംശങ്ങളുമായി. റിനു, നരേന്ദ്രമോദിക്ക് കൃത്യമായ മറുപടിയാണോ മുഖ്യമന്ത്രി നൽകിയത്? വിശദാംശങ്ങൾ എന്തൊക്കെ? ആനന്ദ്, ആറ്റിങ്ങലിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡോക്ടർ A സമ്പത്തിനെ വിജയിപ്പിക്കുന്ന എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടന്ന LDFന്റെ പൊതുയോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തക്കതായ മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്ത് വർഗീയതയിലൂടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് RSS ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ വർഗീയവാദവുമായി സമരസപ്പെട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നൽകിയത്. നിലവിൽ BJPയിൽ ഉള്ളത് കോൺഗ്രസ്കാരാണെന്ന് ഉള്ള ഒരു പ്രതികരണവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, ശബരിമല നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിൽ പറയാതെ പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നു. ഇതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. ശബരിമലയുടെ കാര്യമാണ് കേരളത്തിൽ ഇത് പറയാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതി പറയുന്നത് ഏതൊരു സംസ്ഥാനം മാത്രമാണ് ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട്. ശബരിമലയിൽ വേണ്ട വികസനത്തിനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ എത്തുന്ന ഭക്തരുടെ സംരക്ഷണമാണ് അജണ്ട സർക്കാരിന്റെ മുന്നിലുള്ളത്. അതാണ് അവിടെ സർക്കാർ എടുത്ത നിലപാട്. ശബരിമല വിഷയത്തിൽ കേസുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്, അല്ലാതെ ആരെയും പ്രധാനമന്ത്രി പറയുന്നത് പോലെ വെറുതെ അയ്യപ്പന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് നടത്തി രേഖ കൊണ്ടുപോലും സ്ത്രീകളെ ശ്രമിച്ച കൊല്ലാൻ. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി കാട്ടാക്കടയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി ശബരിമല വിഷയവുമായി ഉയർത്തിയ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അതിനെതിരെ കൃത്യമായ മറുപടികളുമാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത് എന്ന വിശദാംശങ്ങളാണ് റിനു നൽകുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സ്വന്തം അധികാരങ്ങളെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചു. യോഗി ആദിത്യനാഥിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആരാഞ്ഞു. തങ്ങൾക്ക് പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വിദ്വേഷ പ്രസംഗം നടത്തിയ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും കോടതി ചോദിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഒരുപക്ഷെ സാധാരണക്കാരൻ ചോദിക്കാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ വളരെ കൃത്യമാണ് കോടതി ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പരിമിതമായ അധികാരം എന്ന നിലയിലാണ് വിശദീകരണം നൽകിയത്? ശരത്ത്, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? ആനന്ദ്, മായാവതിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ജാതിയും മതവും ഉപയോഗിച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ച വേളയിലാണ്, ആ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. സ്വന്തം അധികാര പരിധിയെക്കുറിച്ചുള്ള ബോധ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പരാമർശങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
കമ്മീഷന്റെ ഈ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിമർശനങ്ങളുടെയും ആകെത്തുകയായി തന്നെ പരിഗണിക്കേണ്ടി വരും. ആ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായത്. സ്വന്തം അധികാരത്തെക്കുറിച്ച് ബോധ്യമില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ച ശേഷം പിന്നീട് ഇത് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിമിതികൾ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സുപ്രീം കോടതിക്ക് മറുപടി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് തങ്ങൾക്ക് പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ. നോട്ടീസ് അയക്കാനും അതുപോലെ തന്നെ കേസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ കേസ് ഫയൽ ചെയ്യാനും മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുള്ളൂ. അതിനും അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്നുള്ള രീതിയിലായിരുന്നു മറുപടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ ഇതിനെ മറുപടിയായിക്കൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയത് നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധികളെ കുറിച്ചുള്ള വിശദീകരണം സുപ്രീം കോടതിക്ക് നൽകണമെന്നുള്ളതാണ്. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി സുപ്രീം കോടതിയിൽ ഹാജരായിക്കൊണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും ആണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളെല്ലാം തന്നെ രാജ്യവ്യാപകമായി നടക്കുമ്പോൾ അതിനെതിരെ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഉണ്ടായി. ആ ഒരു ഘട്ടത്തിൽ മായാവതിയെയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും പോലെയുള്ളവർക്കെതിരെ നടപടി എടുക്കുന്നതിലെ പരിമിതികളെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന പ്രധാനപ്പെട്ട BJP നേതാക്കന്മാർക്കെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ വലിയ വൈമുഖ്യം കാണിച്ചു എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളത്, ശരത്ത് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി മതവും ജാതിയും ഒക്കെ വളരെ പച്ചയ്ക്ക് പൊതുവേദികളിൽ പൊതുജനങ്ങളോട് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് പല പ്രമുഖരായ നേതാക്കളും. ഈ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള അധികാര പരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നാണോ പറയുന്നത്? നമുക്ക് ഇക്കാര്യത്തിലുള്ള പ്രാഥമികമായ വിവരം എന്താണ്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചത് ഞങ്ങൾക്ക് ഒരു വ്യക്തിയെ അയോഗ്യനാക്കാനുള്ള അധികാരമില്ല എന്നുള്ള ഒരു പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നടത്തുകയുണ്ടായി. അത് തന്നെയാണ് പ്രധാനമായും കോടതിയെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപരിധിയെക്കുറിച്ചുള്ള കൂടുതലായ പഠനത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതലായ പരിശോധനയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അയോഗ്യത കൽപ്പിക്കുന്നതിലുള്ള എന്തൊക്കെ നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധിയോട് ഈ അധികാര പരിധി എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ഏതായാലും കർശനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിമിതി എന്താണ് എന്നറിയുന്ന കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിക്കണം എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടതായി ഇപ്പോൾ വിശദാംശങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയുമെന്ന് പ്രകാശ് കാരാട്ട്. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Removal of this government and ensuring that there is a secular government in the center. For that, it is essential that the strength of the left parties and the strength of the LDF in the Lok Sabha is increased. Only if the left strength is increased can all the secular opposition forces come together to form a coalition government at the center. വട്ടിയൂർക്കാവിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പ്രകാശ് കാരാട്ട് സംസാരിച്ചത്. ജീവൻ കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. ജീവൻ, മറ്റെന്തൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ് മതേതര ചേരി ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രകാശ് കാരാട്ട് പറഞ്ഞത്? ആനന്ദ്, വട്ടിയൂർക്കാവിൽ സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് CPIMന്റെ മുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് സംസാരിച്ചത്. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയും. അവർ ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. മനുസ്മൃതിയിലാണ് അവരുടെ വിശ്വാസം. കഴിഞ്ഞ 5 വർഷമായി മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിപ്പിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കുമെതിരായ ആക്രമണം BJP ഭരണത്തിൽ ശക്തിപ്പെട്ടു. ഭരണഘടനയെയും നിയമങ്ങളെയും അട്ടിമറിക്കാനാണ് അവരുടെ ശ്രമം. രാജ്യസുരക്ഷയുടെ വക്താക്കളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കോടിക്കണക്കിന് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവർ അധികാരത്തിൽ വന്നത്. എന്നാൽ തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമല്ല,
തൊഴിലില്ലായ്മ വർദ്ധിക്കുകയുമാണ് ഉണ്ടായത്. രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ കാലത്ത് നാം നേരിട്ടതെന്ന് പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മോദി ഗവൺമെന്റ് പൂർണ്ണ പരാജയമായിരുന്നു. കർഷകർക്ക് താങ്ങുവില നൽകിയില്ല. കുത്തക മുതലാളിമാരുടെ സർക്കാരാണിത്. കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളുകയാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മോദിയെ പുറത്താക്കണമെന്ന് പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു. ഇതിന് ഇടത് പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. എന്നാൽ കോൺഗ്രസ് ആവട്ടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉത്തർപ്രദേശിലും ദില്ലിയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പുലർത്തിയ സമീപനം ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ കുറ്റപ്പെടുത്തൽ. കേരളത്തിലും സമാനമായ നീക്കമാണ് അവർ നടത്തുന്നത്. കേരളത്തിൽ NDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വർഗീയ പാർട്ടികളുമായി ഒത്തുകളിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. ജീവൻകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BJP-യും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരും എന്നാണ് സൂചന. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. BSP, SP, RLD സഖ്യം BJP-ക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗിന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJP-യും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJP-യും BSP-യും തമ്മിലാണ് പോരാട്ടം നടക്കുക. ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014-ൽ BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJP-ക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJP-യുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJP-യുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPA-യും NDA-യും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ടുകളിലുമാണ് കോൺഗ്രസ് NCP സഖ്യം കണ്ണുവയ്ക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചനകൾ. 2014-ന് വിപരീതമായി AIDMK വലിയ തകർച്ച നേരിടുകയും ചെയ്യും. TTV ദിനകരന്റെ പാർട്ടിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് AIDMK നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തരംതിരിക്കൽ പൂർത്തിയായി. തരംതിരിക്കലിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാം ഘട്ട കമ്പ്യൂട്ടർവൽക്കരണ തരംതിരിക്കലാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. ജില്ലാ കളക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലായിരുന്നു തരംതിരിക്കൽ നടന്നത്. EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് തരംതിരിക്കൽ നടത്തിയത്. തരംതിരിക്കലിന് ശേഷം ബൂത്തുകളിലേക്കുള്ള മെഷീനുകളുടെ പട്ടിക ജില്ലാ കളക്ടർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകൻ സഹദീപ് ദാസ് IAS, തിരുവല്ല സബ് കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, EROമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് അപകടത്തിൽ പരുക്കേറ്റു. ഗാന്ധാരിയമ്മൻ കോവിലിൽ തുലാഭാരം നടത്തുന്നതിനിടെ തുലാഭാര ത്രാസ് പൊട്ടി വീണായിരുന്നു അപകടം. തലയ്ക്ക് കാര്യമായി പരുക്കേറ്റു. തലയിൽ 6 സ്റ്റിച്ചുണ്ട്. വിശദ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്കേറ്റ ഉടനെ പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ന്യൂസ് റൗണ്ട് അപ്പ് 1 മണിക്ക്. നമസ്കാരം.